ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ അന്ത്യകാലത്തേക്കുള്ള ഒരുക്കം എങ്ങനെയാണെന്ന് ഓരോ പുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ട് അതനുസരിച്ച് പ്രാർത്ഥനകളുമായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ഓരോ ദിവസവും ശ്രമിക്കുന്നത്. ഈ 2 ദിവസവും ഞാൻ രണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതൊക്കെ എടുത്തു എന്ന ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് സന്തോഷമായി. പരിഹാര പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് പറഞ്ഞ് ഞാനത് വായിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു കാർഡിലാക്കിയിട്ടുണ്ട്, പരിഹാര പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഞാൻ പറഞ്ഞല്ലോ, അതെൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എങ്ങനെയോ കിട്ടിയതാണ്. ആരടിച്ചു എന്തടിച്ചു എന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും ഈ പ്രാർത്ഥന ചൊല്ലി അത് പറഞ്ഞു കൊടുത്ത് ഈശോ പറഞ്ഞു, ഇതാണ് അന്ത്യകാലത്ത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അത് വേറെ ഒന്നുകൊണ്ടല്ല, അതിൽ നിങ്ങൾ വായിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എല്ലാ പാപങ്ങൾക്കും നമ്മൾ മാപ്പ് ചോദിക്കുകയാണ്. ഞങ്ങൾ ഇതുവരെ പ്രാർത്ഥിക്കാത്തതിനെ കുറിച്ച് ദുഃഖിച്ച് മാപ്പ് ചോദിക്കുന്നു. ആരൊക്കെ നമ്മുടെ തലമുറകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ നമ്മൾ മാപ്പ് ചോദിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ വശം എങ്ങനെയാണെന്ന് വെച്ചാൽ, ദൈവത്തോട് മനുഷ്യൻ എളിമപ്പെടുകയാണ്. ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് സമ്മതിച്ചു കൊടുക്കുകയാണ് ഈ പരിഹാര പ്രാർത്ഥനയിൽ. എന്നിട്ട് നമ്മൾ നമ്മുടെ കുടുംബങ്ങളും തലമുറയും അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയാണ്. ഈ പരിഹാര പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ അവസാന കാലഘട്ടങ്ങളിൽ ഈ പ്രാർത്ഥനയാണ് ലോകം മുഴുവൻ വ്യാപിക്കേണ്ടത് എന്ന് ഈ പ്രാർത്ഥന കിട്ടിയതിന് ശേഷം ഞാൻ ഓരോ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. അതായത് പല വിശുദ്ധരുടെയും ഈ ദർശനങ്ങളിൽ പറയുന്നത് ലോകം മാപ്പ് പറയണം. ദൈവത്തോടുള്ള നിന്ന, നിഷേധം, നിരീശ്വരത്വം, അനുസരണക്കേട്, ഇത് മൂലം പല പാപങ്ങളും മനുഷ്യരിൽ ഉടലെടുത്തിരിക്കുക. അതുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തോട് നമ്മൾ മാപ്പ് പറയണം, എളിമപ്പെടണം, പരിഹാരം ചെയ്യണം. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഈ പ്രാർത്ഥനയെ കുറിച്ചാണല്ലോ ഈ ദർശനങ്ങളിൽ പറയുന്നത്. അതെനിക്ക് ഭയങ്കര അതിശയായി തോന്നി. അതെവിടെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ഇന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഈ പരിഹാര പ്രാർത്ഥന ഈ കാലഘട്ടത്തിൻ്റെ പ്രാർത്ഥനയാണ്. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ 2021 ഞാൻ നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ട്. അന്നൊരു മെയ് മാസത്തിൽ ഈശോ വണക്കമാസം കാലം കൂടുന്ന സമയത്ത് ഒരു ദർശനം കാണിച്ചു തന്നിട്ട് എൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പുസ്തകം ഇങ്ങനെ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ദൈവമേ എന്താ ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പുസ്തകം? ഈശോ അന്ന് പറഞ്ഞു, 10-21 കൊല്ലായില്ലേ നീ ജോലി കിട്ടണം, രോഗം മാറണം, വിവാഹം നടക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. ഇനി വേണ്ട, മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കേണ്ട കാലം കഴിഞ്ഞു. അത് നിങ്ങളോടെല്ലാവരോടല്ല പറഞ്ഞിട്ടുള്ളത് കേട്ടോ, എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇനി നിൻ്റെ കൂട്ടായ്മ ഒന്നിനു വേണ്ടി എൻ്റെ അടുത്ത് മധ്യസ്ഥം യാചിക്കേണ്ട. നിങ്ങളിനി ചെയ്യേണ്ടത് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് പ്രായശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. പരിഹാര കൂട്ടായ്മയാണ് ഇനി മുതൽ നിൻ്റെ കൂട്ടായ്മ എന്ന് അന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ കാര്യം മനസ്സിലായിട്ടില്ല. ഇത് അടുത്തിടെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടിയത്. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ, അപ്പോൾ ഇനി നമ്മുടെ ആവശ്യങ്ങളൊക്കെ എവിടെ പറയും? ഞാൻ ഈശോയോട് പറഞ്ഞു, ലോകത്ത് ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യങ്ങളില്ലേ, എന്തു ചെയ്യും? കർത്താവ് അപ്പോൾ പറഞ്ഞതാണ്, എൻ്റെ അമ്മയോട് പറയട്ടെ. അങ്ങനെയാണ് ഇവിടെ ഈ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ മുമ്പിൽ നേരിട്ട് പ്രാർത്ഥിച്ചോളാൻ
ഇവിടെ വരുന്നവരോട് ഞാൻ പറയും, 3 വർഷമായി, 4 വർഷം, 2021 മെയ്യിൽ തന്ന സന്ദേശം അനുസരിച്ച് പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ പുസ്തകത്തിൽ നിയോഗങ്ങൾ എഴുതിയിട്ടില്ല. അത് പരിഹാര കൂട്ടായ്മയായി മാറ്റി വരുന്നവരോടൊക്കെ പറയും, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നിങ്ങളുടെ തലമുറയുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അല്ലാതെ ജോലി കിട്ടണം, സ്ഥലവിൽപ്പന നടക്കണം, വീട് കിട്ടണം, ഇതൊന്നും നമ്മുടെ കൂട്ടായ്മയിൽ ഇല്ല. അത് ഞാൻ വീണ്ടും ഇപ്പോൾ പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചേച്ചി അതിനു വേണ്ടി പ്രാർത്ഥിക്കണേ, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് എന്നോട് പറയരുത്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ആരോഗ്യമില്ല. ഈശോ 4 വർഷമായി മാധ്യസ്ഥം എന്നിൽ നിന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ആർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നില്ല. ഈ കൂട്ടായ്മയും പ്രാർത്ഥിക്കില്ല. ഓരോരുത്തർ വരുന്നവർക്ക് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാം, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശരിയാവും. ദൈവത്തിൻ്റെ മുമ്പിൽ ആദ്യം എളിമപ്പെടണം. നമ്മളിൽ പാപമുള്ളത് കൊണ്ടും നമ്മുടെ തലമുറയിലെ പാപമുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നേക്കണത്. അപ്പോൾ ആരുടെ പാപമായാലും എൻ്റെ തലമുറ ചെയ്ത പാപമാണ് എന്നൊന്നും കൊടി പിടിച്ച് നടക്കാതെ ഞാനോ എൻ്റെ തലമുറയോ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടാകും, അതിന് പരിഹാരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ ദൈവം കരുണ തോന്നി നമ്മുടെ കാര്യത്തിൽ ഇടപെടും. മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഷ്രോവ് ട്യൂസ്ഡേ, ദൈവത്തിൻ്റെ തിരുമുഖത്തിൻ്റെ തിരുനാളിന് വേണ്ടിയുള്ള ഈ ഒരുക്കത്തിൽ കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്, അന്ത്യകാലത്തേക്ക് ആത്മാക്കളെ നേടാൻ ഈ പരിഹാര പ്രാർത്ഥന ലോകം മുഴുവൻ നടത്തട്ടെ. അതുപോലെ തന്നെയാണ് ലൂയിസ പിക്കരാത്തയോടും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ലോകം മുഴുവൻ പരിഹാരം ചെയ്യുന്ന ജനങ്ങൾ ഉണ്ടാകട്ടെ. ദൈവത്തോട് മാപ്പ് പറയുന്നവർ, ലോകത്തിൻ്റെ ഓരോ കോണുകളിലും പരിഹാര പ്രാർത്ഥന ചെയ്യുന്നവർ, മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ഉണ്ടാകട്ടെ. ഒരു പക്ഷേ തമ്പുരാന് കരുണ തോന്നും. ലോകത്ത് അത്രമാത്രം പാപം വർദ്ധിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഈ പരിഹാര പ്രാർത്ഥന ഇത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറയാൻ കാരണം. ഈ പരിഹാര പ്രാർത്ഥന വഴി കുറേയേറെ അത്ഭുതകരമായ ഇടപെടലുകൾ ഉണ്ടായത് എനിക്ക് ആളുകൾ എന്നോട് മെസ്സേജ് ഇട്ട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ദൈവമേ, ഇത് ഇത്രയ്ക്കും പവർഫുള്ളാണല്ലേ ഈ പ്രാർത്ഥന. ഞാനൊരു പരിധി വരെ എപ്പോഴും മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ തലമുറയ്ക്ക് വേണ്ടിയും എൻ്റെയും പാപങ്ങൾക്ക്. നമ്മൾ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം നമുക്ക് വിഷമങ്ങൾ വരും. മറ്റുള്ളവരിൽ നിന്നുള്ള അവഗണന, നമുക്ക് ജോലി ചെയ്ത് തളർന്നിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജോലി ഭാരം കൂടുമ്പോൾ ദേഷ്യം വരും, നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. പിന്നെ മറ്റുള്ളവർ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, അതുപോലെ ഏറ്റവും വലിയ വേദനിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കൊടുക്കുന്ന സ്നേഹം മറ്റുള്ളവർ തിരിച്ചറിയാതെ പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന സ്നേഹം തിരിച്ചറിയാതെ, തിരിച്ച് കിട്ടാത്ത സ്നേഹം മനസ്സിൻ്റെ വിങ്ങലാണെന്ന് ആരെഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ വിഷമം. കാരണം സ്നേഹമാണല്ലോ സർവോത്കൃഷ്ടം. അപ്പോൾ ആ സ്നേഹം, നമ്മൾ കൊടുത്ത സ്നേഹം തിരിച്ചറിഞ്ഞില്ല, എന്നിട്ട് നമുക്ക് എതിരെ ദ്രോഹങ്ങൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് അതായിരിക്കും ഏറ്റവും വലിയ വിഷമം. അങ്ങനെ പലതരത്തിലുണ്ട് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പാപങ്ങൾ എപ്പോഴും ഉണ്ടാകും. നമ്മുടെ മനസ്സിൽ വിഷമങ്ങൾ വരും, ദേഷ്യം വരും, പെട്ടെന്ന് നമ്മൾ കോപിക്കും. അപ്പോഴൊക്കെ മാപ്പ് പറഞ്ഞ് എന്തോരം മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ എപ്പോഴും കർത്താവിനോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാനൊരു അനുഭവം പറയാണ്, 2 അനുഭവങ്ങൾ ഈ പരിഹാര പ്രാർത്ഥനയിൽ കൂടെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ദൈവമേ, പരിഹാര പ്രാർത്ഥന ഭയങ്കരമാണ്.
അതുപോലെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കൽ മരണാസന്നരായി കിടക്കുന്ന ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ ഞാൻ എൻ്റെ അച്ഛമ്മോനുമായിട്ട് പോയെന്നും അവിടെ വെച്ച് പ്രാർത്ഥിച്ചത് അവർ ചെയ്ത പാപങ്ങൾക്ക് പുരോഹിതൻ മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി നമ്മൾ മാപ്പ് പറഞ്ഞപ്പോൾ എത്ര വേഗമാണ് ആത്മാവിനെ ദൈവം കൊണ്ടുപോയത്, മാലാഖമാർ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി മാപ്പ് പറയണം. നമ്മൾ നമുക്ക് വേണ്ടി മാപ്പ് പറഞ്ഞ് യഥാർത്ഥം മനസ്താപം ഉണ്ടാവണം കേട്ടോ. വെറുതെ ആദരവ്യായാമം പോലെ മാപ്പ് പറയാനല്ല പറഞ്ഞത്. അപ്പോൾ ഈ മാപ്പ് പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് വലിയൊരു സാക്ഷ്യം പോലൊരു അനുഭവം. ഇത് വിദേശ രാജ്യങ്ങളിൽ അമേരിക്കയിലാണ്ടൊരു സഹോദരിക്ക് ഉണ്ടായ അനുഭവമാണ്. അവർ മാലാഖമാരിനെ കുറിച്ച് ഞാൻ പറയുന്ന ഒരു ടോക്ക് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരൊന്നും മൊബൈൽ ചെയ്യാതെ തന്നെ പെട്ടെന്ന് ഈ പരിഹാര പ്രാർത്ഥനയുടെ ടോക്ക് കയറി വന്നു. അപ്പോൾ അവർ വിചാരിച്ചിട്ട് എന്തെങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന, എന്നാൽ പിന്നെ ഇത് കേട്ട് കളയാം. അങ്ങനെയാണ് ഈ പരിഹാര പ്രാർത്ഥനയെക്കുറിച്ച് അവർ കേൾക്കുന്നത്. അവരത് എഴുതിയെടുത്തു. അവരത് എഴുതിയെടുത്ത് കുറേ പേർക്കും കൊടുത്തു. അവരത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് ഞാൻ 40 ദിവസം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളൊരു ടോക്കായിരുന്നു. അവരങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായൊരു അനുഭവമാണ് ഞാൻ പറയുന്നത്. 40 ദിവസത്തെ പ്രാർത്ഥനയിൽ അവർ കാണാണ് അവരും അവരുടെ ഭർത്താവും മകനും പിന്നെ കുറേ പേരും ഒരു ബീച്ചിൽ കുളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദർശനം കണ്ടപ്പോൾ അവർ ചോദിച്ചത് എന്തായിരിക്കും. പിന്നെ അവർക്ക് ദൈവം മനസ്സിലാക്കി കൊടുത്തു, ഇവൾ ഈ പ്രാർത്ഥന ചെയ്തപ്പോൾ ഏതൊക്കെയോ തലമുറയിൽ കിടക്കുന്ന ആളുകൾക്ക് മോക്ഷം കിട്ടുന്ന അവസ്ഥയിലേക്ക് അവർ കുളിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് വേണ്ടി ഇന്നൊരാരും മാപ്പ് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ കുറേ പേര് രക്ഷപ്പെടുന്നതായിട്ടാണ് ഇവർക്ക് മനസ്സിലാക്കി കൊടുത്തത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഭർത്താവിൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഭർത്താവിൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഒരു പക്ഷേ നമ്മൾ ആ വീട്ടിൽ മരുമകളായിട്ട് കയറി ചെന്നപ്പോൾ നമ്മൾ അംഗീകരിക്കാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. നമ്മുടെ പ്രാർത്ഥനയെ ആരും അംഗീകരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ട. എല്ലാ മനുഷ്യരിൽ പാപം വന്നു പോയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇവർ ഭർത്താവിൻ്റെ വീട്ടിലത്തെ തലമുറയ്ക്ക് വേണ്ടി ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2 ആഴ്ചയ്ക്ക് ശേഷം ഇവർ കാണുകയാണ് ഭർത്താവിൻ്റെ തറവാട്ടിൽ ഒരു തരം ഫ്രൂട്ട് നിൽക്കുന്നുണ്ട്. എന്തോ ഒരു പഴം. ഈ പഴം ഈ സഹോദരി പൊട്ടിച്ച് എല്ലാവരും ഭർത്താവിൻ്റെ തറവാട്ടിലുള്ള എല്ലാവരും ഇവരുടെ കയ്യിൽ നിന്ന് ഈ പഴം ഞെട്ടോടുകൂടെ വാങ്ങി തിന്നെയാണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്ത്, ഈ ഞെട്ടോടുകൂടി ഇങ്ങനെ വാങ്ങി തിന്നുന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുത്തു, മോളെ നീയേ നിൻ്റെ ഭർത്താവിൻ്റെ തറവാട്ടുകാർക്ക് വേണ്ടി മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ തറവാട്ടിൽ നിന്നും മരിച്ചുപോയ ആത്മാക്കൾ മാപ്പ് പറയാതെ മരിച്ചു പോയവർക്കൊക്കെ നിൻ്റെ ഈ മാപ്പ് പറച്ചിൽ വഴി അവർക്ക് വലിയ ഫലം കിട്ടി. അതാണ് കർത്താവ് കാണിച്ചു തന്നത്. അപ്പോൾ നോക്കണേ, ഈ പ്രാർത്ഥന എന്തുമാത്രം ഫലപ്രദമാണെന്നറിയോ. കാരണം എന്താണെന്നറിയോ, ഈ പ്രാർത്ഥന എളിമപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ എളിമപ്പെട്ട് സമ്മതിക്കുകയാണ്, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, ഞങ്ങളുടെ തലമുറയും തെറ്റ് ചെയ്തു പോയി. കർത്താവേ, സൃഷ്ടാവായ ദൈവമേ, പൊറുക്കണേ, മാപ്പാക്കണേ. അതുകൊണ്ട് ഈ പ്രാർത്ഥന വഴി പല ബന്ധനങ്ങളും വിട്ടുപോകും. കാരണം പിശാചിന് ഇഷ്ടമില്ല ദൈവത്തിൻ്റെ അടുത്ത് മാപ്പ് പറയുന്നത്. അങ്ങനെ അവർ പറഞ്ഞു, ചേച്ചി ഈ പ്രാർത്ഥനയെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയും, ഇതെന്തുമാത്രം ഫലപ്രദമാണ്. അതുപോലെ വേറൊരു അനുഭവം, ഒരു പെൺകുട്ടി, അവരുടെ പപ്പ മരിക്കാൻ കിടക്കുകയാണ്. ഞാൻ ഈ മാധ്യസ്ഥ പ്രാർത്ഥന വരുന്ന ഇതൊന്നും മെസ്സേജൊന്നും ഞാൻ കേട്ടിട്ട് വെറുതെ കളയുള്ളൂ. കാരണം ഞാൻ എല്ലാവരോടും പറഞ്ഞു മടുത്തു. ഞാൻ മാധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന സ്ഥിതിയിലല്ല ഇപ്പം. എന്നോടത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശോ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അത് വേണ്ട. ഈശോ അത് വേണ്ടാന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകും. അതുപോലൊരു അനുഭവമാണ് എനിക്ക് തൃശ്ശൂർ രൂപത പ്രീച്ചേഴ്സ് കാർഡ് ഉണ്ടായിരുന്നല്ലോ.
ഈ സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് കോഴ്സ് കൂടി പ്രീച്ചേഴ്സ് കാർഡ് കിട്ടും. ആ കാർഡിലാണ് നമ്മൾ ആധികാരികമായിട്ട് രൂപതയുടെ പ്രീച്ചർ എന്ന് പറഞ്ഞ് വിദേശ രാജ്യങ്ങളൊക്കെ നമുക്ക് എല്ലായിടത്തും പ്രഘോഷിക്കാനുള്ള ആ ഒരു ഐഡൻറ്റിറ്റി കാർഡ്. അപ്പോൾ ആ കാർഡ് ഞാൻ വർഷങ്ങളായിട്ട് അവിടെ ഞാൻ എടുക്കാറുള്ളതാണ്. ഈ അവസാന കാലത്തിൽ കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ് ഈശോ എന്നോട് ഒരിക്കൽ പറഞ്ഞു, കാർഡ് അവിടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാർഡ് ഇഷ്യൂ ചെയ്ത് അത് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഒരു കോഴ്സ് കൂടണം 1000 രൂപ കൊടുത്തിട്ട്. അങ്ങനെ എന്നോട് അന്ന് കർത്താവ് പറഞ്ഞു, നീ കാർഡ് എടുക്കണ്ട ഇനി. അപ്പം ഞാൻ പറഞ്ഞില്ല, മനസ്സിലായില്ലേ, കാർഡ് വേണ്ടേ, കാർഡ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് പ്രഘോഷിക്കാനായിട്ട് പറ്റുള്ളൂ. കാർഡുള്ളവർക്കാണ് പ്രഘോഷിക്കാൻ പാടുള്ളൂ. ഞാൻ എന്തായാലും ആ ഈശോ കാർഡ് എടുക്കണ്ട എന്ന് പറഞ്ഞത് മനസ്സിലാകാതെ ഞാൻ കോഴ്സിന് പോയി. അങ്ങനെ അവിടെ ക്ലാസ് തുടങ്ങി. ക്ലാസ് തുടങ്ങുന്നേക്കാൾ മുമ്പ് എല്ലാം സെറ്റപ്പായി എല്ലാവരും ഇരിക്കുകയാണ്. പക്ഷെ അന്ന് ക്ലാസ് എടുക്കാൻ വന്ന ഭജന പ്രഘോഷൻ സ്റ്റേജിൽ കയറിയപ്പോൾ ഞാനിരിക്കുന്നുണ്ട് ഓഡിയൻസിൽ. പെട്ടെന്ന് എൻ്റെ കണ്ണ് മങ്ങിപ്പോയി. എനിക്ക് ഒന്നും കാണാനില്ല. ഞാൻ ഈശോ എന്ത് ചെയ്യും ദൈവമേ, എനിക്ക് കണ്ണ് കാണുന്നില്ല. അപ്പം ഞങ്ങളൊരു ടീമായിട്ട് ധ്യാനിപ്പിക്കാൻ പോകുന്നുണ്ട് വർഷങ്ങളായിട്ട്. ആ ബ്രദർ അവിടെയുണ്ട്. അപ്പോൾ ഈ കണ്ണ് കാണാതായപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇനി എങ്ങനെ ഇനി കടക്കും ഞാൻ, എനിക്ക് എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉടനടി കൈ ഉയർത്തി കാണിച്ചു ഇങ്ങനെ ആരെങ്കിലും വരാൻ വേണ്ടിയിട്ട്. പിന്നെ ചേച്ചീനെ അറിയാം, അവിടെ ചേച്ചീനെ അറിയാവുന്നതുകൊണ്ട് എൻ്റെ ടീമിലുള്ള ബ്രദർ തന്നെ ഓടി വന്നു. ആ എന്നോട് ചോദിച്ചു, എന്ത് പറ്റി ചേച്ചി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ബ്രദറെ, എനിക്ക് കണ്ണ് കാണുന്നില്ല, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുണ്ട്. അപ്പോൾ രൂപതയുടെ പ്രീച്ചേഴ്സ് കാർഡിനുള്ള കോഴ്സാണ് കേട്ടോ. അപ്പോൾ ബ്രദറിന് ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വണ്ടിയിൽ കയറി ഞാൻ പിടിച്ച് കയറി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു, ഒല്ലൂർ ഹോസ്പിറ്റലിൽ. അവിടെ ഇറക്കി ഞാൻ. അപ്പോഴേക്കും ആൾ വന്നു. ഞാൻ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറിന് എന്താ കുഴപ്പം, എനിക്കറിയില്ല, ഞാനിപ്പോൾ തന്നെ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുകയായിരുന്നു, പക്ഷെ പെട്ടെന്ന് എനിക്ക് കണ്ണ് കാണാണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് ഇപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ മതി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീട്ടിൽ പോന്നു. അപ്പോൾ ഈശോ പറഞ്ഞിട്ടുണ്ട് ഇനി കാർഡ് എടുക്കണ്ടെന്ന്. അത് മനസ്സിലായിട്ടില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ആ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഞാൻ കോഴ്സ് കൂടിയിട്ടില്ല, പക്ഷെ വർഷങ്ങളായിട്ട് ഞാൻ രൂപതയുടെ ഒരു പ്രീച്ചറാണ്. പിന്നെ വയ്യാതെ ഇങ്ങനെ പോയതറിയാം. എന്തായാലും കാർഡ് എനിക്ക് ഇഷ്യൂ ചെയ്തു. കാർഡിന് വേണ്ടി എന്നെ വിളിക്കുകയും ചെയ്തു, എന്താ ചേച്ചി വന്ന് കാർഡ് വാങ്ങാത്തേ. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കാർഡിന് വേണ്ട, കാരണം ഈശോ എന്നോട് കാർഡിന് വേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു ഈ പ്രഘോഷണം നിർത്താനായിരിക്കും. അപ്പോൾ ഈശോ പറഞ്ഞാൽ അത് പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാൽ പോരെ. അങ്ങനെ ഞാൻ കാർഡ് വാങ്ങിയില്ല. ആ കാർഡ് ഇന്നും അവിടെ കിടക്കുന്നുണ്ടാകാം. 2-3 പ്രാവശ്യം ഒന്ന് വിളിച്ചു, അനുസരിച്ച് എന്താ കാർഡ് വാങ്ങാൻ വരാത്ത. ഞാൻ കാർഡിന് വേണ്ട. അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ എവിടെ ലോകത്തിൻ്റെ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും പോയി ക്ലാസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഗൾഫിൽ പോയി അവിടെയും ക്ലാസ് കൊടുത്തു. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഈ കാർഡ് എന്താ എടുക്കണ്ട എന്ന് ഈശോ പറഞ്ഞ് അറിയില്ല. എൻ്റെ ടീമായിട്ട് പോകുന്ന അച്ഛനോട് ഞാൻ പറഞ്ഞു, ഞാനിനില്ല ടീം, കാരണം ഈശോ പറയുന്നുണ്ട് ഇനി കാർഡ് വേണ്ടാന്ന്. കാർഡില്ലാണ്ട് പിന്നെ പ്രസംഗിക്കാൻ പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞ കുഴപ്പമില്ല, ഞങ്ങൾക്ക് അത്യാവശ്യം വരുമ്പോൾ ചേച്ചി വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 1-2 പ്രാവശ്യം ഞാൻ ടീമായി പോയി. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് കൊറോണ വന്നു. എല്ലാ ധ്യാനങ്ങളും പ്രസംഗങ്ങളും നിന്നു. അപ്പം അന്ന് ഈശോ പറഞ്ഞു, നീ മീഡിയയിലൊന്ന് സജീവമായിട്ട് അവിടെ പറയുന്നു. ഓൾറെഡി ഞാനൊരു 10 കൊല്ലം മുമ്പ് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് നോക്കി അറിയാം. ഈ കുർബാനേനെ കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജോൺസൺ ചിറ്റിലെ പിള്ളേച്ചൻ്റെ കീഴിലാണ് ഞാൻ
7 വർഷത്തോളം തിയോളജി പഠിച്ചതും കുർബാനയെ കുറിച്ച് പഠിച്ച് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി കുർബാനയെ കുറിച്ച് ക്ലാസ്സുകൾ കൊടുക്കാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു 200ഓളം ക്ലാസ്സുകൾ കുർബാനയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നീട് ഇത് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മീഡിയയിൽ കൂടെ അപ്പോൾ അന്ന് കുർബാനയെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ കുർബാനയെ കുറിച്ചുള്ള ആധികാരികമായ ക്ലാസ്സുകളൊക്കെ അന്ന് ഞാൻ അത് ഭോപ്പാലിൽ പോയിട്ടാണ് റെക്കോർഡൊക്കെ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ അറിയാം, പഠന ക്ലാസ്സുകൾ പോലെ കുർബാനയെ കുറിച്ച് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ അങ്ങനെ യൂട്യൂബിൽ വന്നിട്ടില്ല. പിന്നീടാണ് ഈശോ എന്നോട് ഈ മീഡിയയിൽ നിനക്ക് തരുന്ന ദർശനങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞ് ശുദ്ധീകരാത്മാക്കളുടെ കാര്യം പറയാൻ തുടങ്ങിയത്. ഞാനിന്ന് പറഞ്ഞു വന്നത്, കർത്താവ് ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ അതുക്ക് മേലെ ചിന്തിക്കണ്ട. അതിനെന്തെങ്കിലും പദ്ധതി ഉണ്ടാവും, നമുക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ കൊറോണ വന്നപ്പോൾ മനസ്സിലായി ഇതാണ് കർത്താവ് വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ കാർഡെടുത്ത് ഉള്ള പരിപാടി എനിക്ക് വേണ്ടി വന്നില്ല. പിന്നെ ഞാനിപ്പോൾ രോഗിയായി, ഞാനിങ്ങനെ മീഡിയയിൽ എനിക്ക് കിട്ടിയ ദർശനമൊക്കെ പറയുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ പരിഹാര പ്രാർത്ഥന കർത്താവ് പരിഹാര കൂട്ടായ്മയായിട്ട് നിങ്ങളുടെ കൂട്ടായ്മയെ ഉയർത്തി എന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയൊരു ചുമടാണ് ഈ പരിഹാര പ്രാർത്ഥന. നമ്മുടെയും ലോകം മുഴുവൻ്റെയും പ്രത്യേകിച്ച് അങ്ങനെ 4 നിയോഗങ്ങളുണ്ട്. സമർപ്പിത മക്കളുടെയും ശുദ്ധീകരാത്മാക്കളുടെയും തലമുറയുടെയൊക്കെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. മാപ്പാക്കണേ മാപ്പാക്കണേ എന്ന് പറഞ്ഞത് 4 വർഷമായിട്ട് ഇപ്പോൾ അത് ചെയ്യുന്നു. അപ്പോൾ ഈശോ ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായി പറയുന്നത്, നിങ്ങളാരും മധ്യസ്ഥ പ്രാർത്ഥന നടത്തണേ ചേച്ചി, അതിനുവേണ്ടി പ്രാർത്ഥിക്കണേ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് എന്നോട് പറയരുത്. ഞാൻ മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കില്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി പാപങ്ങൾക്ക് പരിഹാരം, ലോക പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്ക് പരിഹാരം ഞാൻ ചെയ്ത് പ്രാർത്ഥിക്കാം. അല്ലാതെ ജോലി കിട്ടാനോ വിവാഹം നടക്കാനോ ആ പ്രാർത്ഥന ഇല്ല ചേച്ചിക്ക്. തന്നെയുമല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ തിരുമുഖത്തിൻ്റെ പുസ്തകവും ജപമാലയും കിട്ടാൻ കോണ്ടാക്റ്റ് നമ്പർ എന്ന് പറഞ്ഞ് 2 നമ്പർ തന്നിട്ടുണ്ട്. അവർ ജോലിയും പണിയുള്ളവരാ, അവർക്ക് ഇഷ്ടംപോലെ ശുശ്രൂഷകൾ വീട്ടിലിരുന്ന് ഇതുപോലെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന മക്കളാണ് അവർ. അവരുടെ നമ്പർ കൊടുത്തത് അവർ വഴി ഈ പുസ്തകം കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ ഒരു സർവീസ് ചെയ്യുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വീട്ടിലെ ജോലി തിരക്കിൻ്റെ ഇടയിലാണ് അവരത് ചെയ്യുന്നത്. ഇപ്പോഴാണെങ്കിൽ ജപമാലയൊക്കെ കഴിഞ്ഞിരിക്കുക, പുസ്തകം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നമ്പർ തന്നിട്ടുള്ളത് നിങ്ങളൊരിക്കലും മിസ്യൂസ് ചെയ്യരുത്. ഈ നമ്പറിൽ അവരെ വിളിച്ചിട്ട് എൻ്റെ മകന് ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുക, അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരിക്കലും നിങ്ങൾ പറയരുത്. കാരണം അവർ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയൊന്നുമല്ല. ഞാൻ അവരുടെ നമ്പർ തന്നത് ഈ പുസ്തകം അവരോട് പറഞ്ഞ പുസ്തകത്തിന് വേണ്ടി മാത്രം വിളിക്കുക, നിങ്ങൾക്ക് ചാർജ് കൊടുക്കുക, നിങ്ങളെ പുസ്തകം വാങ്ങി ഉപയോഗിക്കുക. ഇപ്പോൾ അവർ ഫോൺ എടുക്കാണ്ടായെന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും വിളിച്ച് മാധ്യസ്ഥം ചോദിച്ചു പ്രാർത്ഥിക്കുക. ഒരു കാര്യത്തിനും അലച്ചേച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കില്ല. ആ കാലഘട്ടം കഴിഞ്ഞു സഹോദരങ്ങളെ. എപ്പോഴും അത് താ ഇത് താ അത് താ ഇത് താ എന്ന് പറഞ്ഞിരിക്കേണ്ട കാലം കഴിഞ്ഞു. മാപ്പ് പറഞ്ഞ് ജനം മുഴുവൻ ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ളതാണ് ഈ അന്ത്യകാലത്ത് പരിശുദ്ധ അമ്മ ഓരോ പ്രത്യക്ഷപ്പെടലുകളിലും പറയുന്നത്. അതിൻ്റെ അർത്ഥം, നീ തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് വലിയ തെറ്റ് വന്നിട്ടുണ്ട്, ആ തെറ്റിനെക്കുറിച്ച് നിങ്ങൾ മാപ്പ് ചോദിക്കുക, പരിഹാരം ചെയ്യ്. അതാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ഇവിടെ ഞങ്ങളുടെ ഓരോ ദർശനങ്ങളിലും പ്രത്യക്ഷപ്പെടലുകളിലും മാതാവ് ഇത് പറഞ്ഞത് ഞാൻ എടുത്തു പറയാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, രണ്ടാമതൊരു അനുഭവം വന്നു. ഈ കുട്ടിയുടെ അപ്പൻ പപ്പ ഒരു കാല് മുറിച്ചു, ഇനിയും കാല് മുറിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു രണ്ട് മാസത്തോളമായി കിടക്കുന്നു. ഇവരെന്നെ മെസ്സേജ്, രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, മരണാസന്നർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു, പപ്പ ഈ കണ്ടീഷനിലാണ് ചേച്ചി, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്?
എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഒറ്റ പ്രാർത്ഥനയുള്ള അവസാനത്തെ പ്രാർത്ഥനയാണ് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുക, പരിഹാര പ്രാർത്ഥന. ഞാൻ അവരോട് മെസ്സേജ് ഇട്ടു. ഞാൻ പറഞ്ഞ ആ പരിഹാര പ്രാർത്ഥനയുണ്ടല്ലോ, ഈ പരിഹാര പ്രാർത്ഥന ചേച്ചി പണ്ടേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ തിരുമുഖത്തിൻ്റെ പുസ്തകത്തിനെ കുറിച്ചൊക്കെ പണ്ടേ ഞാൻ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും അത് കാര്യമായിട്ട് എടുത്തില്ല. ഇപ്പം എല്ലാവരും ഓടി നടക്കുകയാണ് പുസ്തകം കിട്ടാൻ. ഇതുപോലെ നമ്മൾ കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ പലതിനും വേണ്ടി ഓടി നടക്കും. അതുകൊണ്ടാണ് ഒന്നും നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാനിപ്പോൾ ഈ വീഡിയോയുമായിട്ട് ഓരോ ദിവസവും വരുന്നത്. എനിക്ക് തീരെ സുഖമില്ലാത്ത അവസ്ഥയാണ്. ഒരു സെൻറ്റൻസ് ഫുൾ പറയുമ്പോഴേക്കും ആകെ ഒരു പരവശമാണ്. പക്ഷെ എന്നാലും എന്നെ ഏൽപ്പിച്ച ഈ കാര്യം നിങ്ങൾ അറിയിക്കണം കുറേശ്ശെയായിട്ട്. അപ്പോൾ ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യേ, നല്ല മരണം കിട്ടാൻ പ്രാർത്ഥിക്കരുത്, അത് ദൈവത്തിൻ്റെ സമയത്ത് പൊക്കോളും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധ കുർബാന അർപ്പിക്കുക ഈ അപ്പന് വേണ്ടി. എങ്ങനെ പറഞ്ഞിട്ട്, അപ്പൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് പരിഹാര ബലിയാണെന്ന് പറഞ്ഞ് പ്രത്യേകം അച്ഛനോട് പറയും, എൻ്റെ അപ്പൻ്റെ പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ കുർബാന അർപ്പിക്കുകയെന്ന് പറഞ്ഞ് കുർബാനപ്പണം കൊടുത്ത് കുർബാന അർപ്പിക്കും. ഒപ്പം ഈ പരിഹാര പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. അപ്പന് മാപ്പ് പറയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തലമുറയിൽ ആരെങ്കിലും മാപ്പ് പറയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥന ചൊല്ലും. പിന്നീട് കുട്ടി എന്നോട് അറിയിച്ചു, ചേച്ചി ഇത് ഇത്ര വലിയ പ്രാർത്ഥനയാണെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. കുർബാനപ്പണം കൊടുത്തു. 3ാമത്തെ കുർബാനയുടെ അന്ന് അപ്പൻ നല്ല മരണം കിട്ടി. അപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ പറഞ്ഞു, വിദേശ രാജ്യങ്ങളാണ് കേട്ടോ, ഓസ്ട്രേലിയയോ അവിടേക്കാന്ന് തോന്നുന്നു. അച്ഛൻ പറഞ്ഞു 3 ദിവസം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കുർബാന കൊടുത്തു, അപ്പം പോയില്ലോ, നല്ല മരണം, പരിഹാര പ്രാർത്ഥന. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രാർത്ഥനയാണിത്. നമ്മൾ ഷ്രോവ് ട്യൂസ്ഡേക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ദൈവത്തിൻ്റെ തിരുമുഖം, ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാളിന്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അന്ത്യകാലത്തേക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 3 പാപങ്ങൾ, 3 കൽപ്പനകളുടെ ലംഘനത്തിൻ്റെ പരിഹാരം, മനുഷ്യർ ചെയ്യുന്ന പാപത്തിൻ്റെ പരിഹാരമാണ് നമ്മൾ ഈ പരിഹാര പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ തന്ന കോണ്ടാക്റ്റ് നമ്പറിലേക്ക് പുസ്തകത്തിന് വേണ്ടിയോ ജപമാലയ്ക്ക് വേണ്ടിയോ വെന്തിങ്ങയ്ക്കൊക്കെ വേണ്ടിയോ അല്ലാതെ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചവരെ ശല്യം ചെയ്യരുത്. അതുപോലെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയുള്ളൂ ലൂയിസ പിക്കറേത്തയുടെ ഒരു പുസ്തകം, വാഗ്ദാന പേടകം എന്ന് പറഞ്ഞൊരു പുസ്തകം. അതുപോലെ പുസ്തകങ്ങൾ ഇനി വഴിക്ക് വരും, പരിചയപ്പെടുത്തും. ഈ പുസ്തകങ്ങളൊക്കെ കിട്ടാൻ വഴി എനിക്കറിയില്ല എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞപ്പോൾ എന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഒരു നമ്പർ തന്നിട്ടുണ്ട്. കാത്തലിക്കൻസ് എന്ന് പറയുന്നൊരു ബുക്ക് സ്റ്റോളിൻ്റെ ഒരു നമ്പർ. അത് ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം നിങ്ങൾക്ക് ആ നമ്പർ ആഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ അതിലേക്ക് വിളിച്ച് ചോദിച്ചാൽ അവരുടെ കയ്യിൽ എല്ലാ പുസ്തകങ്ങളും ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് വീഡിയോ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. എന്നിട്ട് ചേച്ചി ഇതെവിടെയാണ് കിട്ടുക, പുസ്തകം ഇനി എവിടെയാണ് കിട്ടുക എന്ന് ചോദിക്കാതെ ഈ വീഡിയോ കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡിങ്ങിൻ്റെ കൂടെ ഞാൻ ആ നമ്പർ ആഡ് ചെയ്ത് തരാം. പുസ്തകത്തിന് വേണ്ടി അവരെ വിളിക്കുക. അവരെയും നമ്പർ കയ്യിൽ കിട്ടി എന്ന് വിചാരിച്ച് നമ്പർ വിളിച്ച് ജോലി കിട്ടണം, കല്യാണം നടക്കണം, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇപ്പോൾ ഈ അവസാന കാലഘട്ടത്തിൽ മാധ്യസ്ഥം നിർത്ത്. നമ്മളെ സൃഷ്ടിച്ചവനറിയാം നമുക്ക് എന്തൊക്കെ വേണമെന്ന്. നമ്മൾ ചോദിക്കാത്തത് പലതും തന്നിട്ടില്ലേ കർത്താവ്? എൻ്റെ ആമാശയം പോണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. എനിക്ക് ക്യാൻസർ വരണമെന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പം ചോദിക്കാത്തത് തരുന്ന കർത്താവിന് അറിയാം എന്താണ് നമ്മുടെ ജീവിതത്തിൽ തരേണ്ടതെന്ന്. സഹിക്കാവുന്നതിലപ്പുറമൊന്നും കർത്താവ് തരില്ല, സഹനശക്തിയും തരും. നിങ്ങൾ ഏതവസ്ഥയിലായിരിക്കുന്നോ ആ അവസ്ഥ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക കർത്താവിൻ്റെ കയ്യിൽ നിന്ന്. ജീവിത പങ്കാളി ഭയങ്കരമായിരിക്കും, സാരില്ല, ഇതാണ് ഈശോ നമുക്ക് തന്നിട്ടുള്ളത്. മക്കളിങ്ങനെ സ്നേഹിക്കുന്നുണ്ടാവില്ല, പോട്ടെ, ഇതൊന്നല്ലല്ലോ നമ്മുടെ വിഷയം. നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തണം അവസാന കാലത്ത്. അതിന് നമ്മൾ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മളെ എളിമപ്പെട്ട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ
എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കാം. അപ്പം ഞാൻ ഇന്നത്തെ ദിവസം 2-3 കാര്യങ്ങൾ പറഞ്ഞു. നമ്പറുകളിൽ വിളിച്ച് മാധ്യസ്ഥം വഹിക്കണമെന്ന് പറയരുത്. അത് ജപമാലയ്ക്കും പുസ്തകത്തിനും തന്നിട്ടുള്ള നമ്പറാണ്. അവർക്ക് അവരുടേതായ കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലാണ് അവർ സർവീസ് ചെയ്യുന്നത്, ഒന്നും പൈസയ്ക്കല്ല. അപ്പോൾ ഇവരിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാൻ ഓർക്കാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്തത് തന്നെ എത്രയോ വില പിടിച്ച സമയം കൊടുത്തിട്ടാണെന്നറിയും. അതുപോലെ ഞാൻ ഈ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. മറ്റൊരു കാര്യം നിങ്ങൾ അറിയിക്കാനുള്ളത്, മീഡിയയിൽ ഇപ്പോൾ പലതരം ടോക്കുകളുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. ഇത് മുഴുവൻ കണ്ടിരിക്കാൻ ആർക്ക സമയം? ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ആ ടോക്ക് കേൾക്കണ്ടേ, ഇവിടെ ധ്യാനം കൂടണ്ടേ, ഇവിടെ ജപമാല കൂടണ്ടേ, ചേച്ചി പറയുന്നതും പ്രാർത്ഥിക്കണ്ടേ? ഇതെന്താ അത്? ഞങ്ങൾ മൊബൈലിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും എപ്പോഴും. ഞാൻ പറഞ്ഞു, നിങ്ങളോട് ആര് പറഞ്ഞു ഈ ടോക്കുകൾ മാറി മാറി കേൾക്കാൻ? എൻ്റെ ടോക്ക് ആണെങ്കിൽ പോലും ആവശ്യമുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ സഹനം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന. ഒരാൾ 50 കൊന്ത ചെല്ലി എന്ന് വെച്ചിട്ട് അങ്ങനെ 50 കൊന്ത ചെല്ലാൻ വേണ്ടി നീ ശ്രമിക്കണ്ട. അതല്ല നമ്മുടെ അന്ത്യകാല ഒരുക്കം. മാനസാന്തരപ്പെടുക, സ്നേഹം കൊണ്ട് നിറയ്ക്കുക, നമ്മളെ ദ്രോഹിക്കുന്നവരെ പോലും സ്നേഹിക്കാൻ പറ്റുക, വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ പങ്കെടുക്കുക, അതുപോലെ പരിശുദ്ധ ജപമാല. ഈ അവസാന കാലഘട്ടത്തിൽ എല്ലാ പ്രത്യക്ഷീകരണങ്ങളിലും അമ്മ പറഞ്ഞിട്ടുള്ള ആയുധം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോ. പരിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം, മെജിഗോറിയയിലായാലും അക്കിത്തായിലായാലും ഗരബന്ധാളിലായാലും ഫാത്തിമയിലായാലും ലാസരത്തിലായാലും കുരിശ് സന്ദേശങ്ങളിലൂടെ ആയാലും ആംസ്റ്റർഡാമിലായാലും ഒക്കെ മാതാവ് വന്ന് പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ സ്വീകരിക്കുക, കുർബാനയിലേക്ക് ഓടി വരിക, ആയുധം പരിശുദ്ധ ജപമാല, ദിവ്യകാരുണ്യ ആരാധന, ജപമാല പ്രാർത്ഥന, 53 മണി ജപമാല. അതിനുശേഷം ദൈവം തന്നിട്ടുള്ളതാണ് സിസ്റ്റർ ഫസ്റ്റിനെ കൂടെ കരുണയുടെ ജപമാല. കരുണയുടെ ജപമാല വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവകോപം ശമിപ്പിക്കുന്നുള്ള പ്രാർത്ഥനകൾ സിസ്റ്റർ ഫസ്റ്റിനെ കൂടെ ലോകത്തിന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ വിശുദ്ധരെ കൂടെ ഓരോ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ടാകും. ഈ എല്ലാ പ്രാർത്ഥനകളും ചൊല്ലി തീർക്കാനല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇന്ന കാലഘട്ടങ്ങളിൽ ഇന്നോണം മാതാവ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ മാപ്പാക്കണമേ, കരുണ കാണിക്കണമേ, മാനസാന്തരപ്പെടണം, നമ്മൾ തെറ്റുകാരാണെന്നുള്ള ബോധ്യം വേണം, നമുക്കും ലോകത്തിനൊരു മാപ്പ് ചോദിക്കണം. അത് വിചാരിച്ച് ഈ പറഞ്ഞ പ്രാർത്ഥനകൾ മുഴുവൻ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ വെപ്പും കുടിയൊന്നുമില്ല ഇത് പ്രാർത്ഥന ചൊല്ലാനല്ല പറഞ്ഞിട്ടുള്ളത്. നിനക്ക് എന്ത് ജോലിയാണ് നിശ്ചയിച്ചത്? നീ പോലീസ് ഉദ്യോഗസ്ഥനാണോ? നിൻ്റെ ജോലി ശരിക്കും ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വേദനകൾ പാപപരിഹാരമായിട്ട് കാഴ്ചവെക്കുക. നീ ബാങ്ക് ഉദ്യോഗസ്ഥയാണോ? അവിടെയുണ്ട് പ്രശ്നങ്ങൾ. നീ ഒരു സമർപ്പിതനാണോ? ഇഷ്ടം പോലെയുണ്ട് സഹിക്കാൻ. നീ ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളാണോ? പറയണ്ട, വിശുദ്ധയാകാം, വിശുദ്ധനാകാം. അവിടെ തന്നാന്നൊന്നും വേണ്ടെന്ന കുരിശുണ്ട് സഹോദരങ്ങളെ, അത് നമ്മൾ കാഴ്ചവെക്കുക. ഒപ്പം നിങ്ങളുടെ ജീവിത രീതിക്കനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ 24 മണിക്കൂർ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം. അതിന് വലിയ സമയമൊന്നും വേണ്ട. രാവിലെ എഴുന്നേറ്റ് 3 മണിയായി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ അപ്പം ഓർക്കുന്ന കാര്യം, ദൈവമേ, കർത്താവിനെ ഇപ്പോൾ ഗെത്സമേനിന്ന് 12 മണിക്ക് ബന്ധിച്ച് കെദ്രോൻ താഴ്വരയിലേക്ക് തട്ടിയിട്ടു. അത് കഴിഞ്ഞ് 3 മണിയാകുമ്പോഴേക്കും അന്നാസിൻ്റെയും കയ്യാഫാസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. 4 മണിയായി കഴിഞ്ഞാൽ ഞാൻ ഓർക്കും, എൻ്റെ കർത്താവ് അവിടെ പടയാളികൾ പരിഹസിക്കുകയാണ്. 4 മണിക്ക് 4 മണിയോടുകൂടി പരിഹാസമാണ്. 5 മണിക്ക് കർത്താവിന് തടവറയിലിടുന്നു. 6 മണിയായപ്പോൾ പിലാത്തോസിൻ്റെ അടുത്തേക്ക് വിട്ടു. അത് കഴിഞ്ഞ് പിലാത്തോസ് 7 മണിയായപ്പോൾ ഹെറോദോസിൻ്റെ പക്കലേക്ക് വിട്ടു. ഹെറോദോസ് അവിടെ നിന്ന് വീണ്ടും അവർ ശത്രുക്കളായിരുന്നു, ഒന്നിച്ചു കർത്താവിൻ്റെ കാര്യം വന്നപ്പോൾ വീണ്ടും ഹെറോദോസ് പിലാത്തോസിൻ്റെ അടുത്തേക്ക് വിട്ടു.
8 മണിയായപ്പോൾ പിലാത്തോസിൻ്റെ അവിടെ ചമ്മട്ടിയടി അടിച്ച് വിടാൻ പറഞ്ഞു. അങ്ങനെ ചമ്മട്ടി അടിച്ചു 8 മണി തൊട്ട് 9 മണി വരെ. സമയം ഞാനത് ഓർക്കും. ചമ്മട്ടിയടി കഴിഞ്ഞപ്പോൾ വിധിക്കായിട്ട് നിന്നു, വിട്ടുകൊടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ ജനം സമ്മതിച്ചില്ല. അപ്പോൾ വിധി നടന്നു. 10 മണി വരെ വിധി ഇറങ്ങും. രാവിലെ 10 മണിയാകുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവ് കുരിശിനെ ചുംബിച്ച് യാത്ര തുടങ്ങും. 12 മണിയോടുകൂടെ കാൽവരിയിലേക്ക് കയറുകയാണ്. 12 മണി സമയത്ത് കുരിശ് ഉയർത്താണ്. പിന്നെ അവിടെ നിന്ന് 3 മണിക്കൂർ സമയം കർത്താവ് കുരിശിലേക്ക് എടുക്കുകയാണ്. ഈ 3 മണിക്ക് കർത്താവ് ജീവൻ വെടിയാണ്. കരുണയുടെ ആഴക്കടൽ കുത്തി തുറക്കുന്ന നിമിഷം. അതോടുകൂടെ കഴിഞ്ഞു. 3 മണിക്ക് ഈശോ ആത്മാവ് സമർപ്പിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പരിശുദ്ധ അമ്മയുടെ മടിയിലാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ചിന്തകൾ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത് കേട്ടോ. ഇതെനിക്ക് കിട്ടിയത് ലൂയിസ പിക്കറേത്തയുടെ പുസ്തകത്തിൽ നിന്നാണ്. ദേവദാസി ലൂയിസ പിക്കറേത്ത. ആ പുസ്തകത്തിലുണ്ട് 24 മണിക്കൂർ നമ്മുടെ എങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ വെച്ച് രാവിലെ 8 മണിയാകുമ്പോൾ ഓർക്കും, ദൈവമേ ചമ്മട്ടിയടി തുടങ്ങുന്ന സമയമാണ്. അത് ഓർത്ത് ധ്യാനിക്കും. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഈശോ എന്തുമാത്രം പീഡകൾ സഹിച്ചു. അങ്ങനെ ഓർക്കുമ്പോഴും വീട്ടിലത്തെ ജോലികൾ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഈശോ പാടുപീടുകൾ സഹിച്ചു, ഞാൻ ചമ്മട്ടിയടി ഏറ്റവും അത് ധ്യാനിച്ചിരിക്കുക, ഇന്ന് ആർക്കും ഇല്ല ഭക്ഷണം. അങ്ങനെയല്ല. കർത്താവും മാതാവ് ഒരിക്കലും നമ്മുടെ കർമ്മമില്ലാതെ, നമ്മുടെ ഡ്യൂട്ടി ചെയ്യാതെ വെറുതെ പ്രാർത്ഥിച്ചിരിക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് സഹനാണ് ചെയ്യുന്നത് അതതിനോട് കൂടെ കാഴ്ചവെക്കുക. പ്രിയ കൂട്ടുകാരെ, ഞാൻ എൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞു തുടങ്ങി. ഇപ്പോൾ ലൂയിസ പിക്കറേത്തയുടെ പുസ്തകവും എല്ലാ പുസ്തകങ്ങളും കിട്ടുന്ന ഒരു നമ്പർ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടാകും. ശ്രദ്ധയോടുകൂടെ കേട്ടോളോ. ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ ഇതൊക്കെ കരുതി വെച്ചോ. ഇപ്പോൾ 9 ദിവസത്തെ ഒരുക്കുന്നു എനിക്ക് പുസ്തകം കിട്ടാതെ ആളുകൾ ഓടി നടക്കുക. ഇത് മുമ്പേ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതായിരുന്നു, പക്ഷെ അന്നൊന്നും ശേഖരിച്ച് വെച്ചില്ല. ഇതുപോലെയായിരിക്കും അന്ത്യകാലം വരുമ്പോൾ. ഒന്നും കിട്ടാണ്ടാവില്ല. ഒരു വെന്തിയെ കിട്ടോ, ഒരു കുരിശ് കിട്ടോ, അന്നാവളം കിട്ടോ എന്ന് വെച്ച് ഓടി നടക്കേണ്ട കാലം ചിലപ്പോൾ വരാം. കിട്ടുന്നതൊക്കെ പരിപ്പും പയറല്ല കേട്ടോ. എപ്പോഴും പറയുമ്പോൾ ആത്മീയമായിട്ട് നോക്കണം. കുറേ ചാക്കുകൾ പരിപ്പും പയറൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് അത് തിന്നാനായിട്ട് നമ്മൾ ഉണ്ടായില്ലെങ്കിലോ? എനിക്കെന്തായാലും ഒന്നും സൂക്ഷിക്കണ്ട, പെട്ടെന്ന് പോവാം. അപ്പോൾ ആത്മീയമായ കാര്യങ്ങൾ സാത്താനെതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നത്. വിശുദ്ധ വസ്തുക്കൾ എപ്പോഴും ആവശ്യമാണ്. വിശുദ്ധ വസ്തുക്കളുടെ ഉപയോഗം അപ്പം മനസ്സിലാവും നമുക്ക്. അപ്പം അതുകൊണ്ട് ഈ പുസ്തകങ്ങളുടെ ആവശ്യം ഇനിയെങ്കിലും സാവധാനം അവരുടെ കയ്യിൽ ജപമാലയും ഒക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ആവശ്യം. ഇത് എന്തോരം ജപമാല വാങ്ങി വയ്ക്കണം അങ്ങനെയൊന്നും പറയാതെ ചില പ്രത്യേക കാര്യങ്ങൾ പലയിടത്തും പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് ഈ ലൂയിസ പിക്കറേത്തയുടെ പുസ്തകത്തിലൂടെ ഞാൻ 24 മണിക്കൂറും കൊണ്ടുപോകുന്നതാണ്. ഈ ലൂയിസ പിക്കറേത്ത 43 വർഷം കിടക്കയിലിരുന്ന് എഴുതിയുണ്ടാക്കിയതാണ്. ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മരിച്ചപ്പോൾ പേടകം ഉണ്ടാക്കേണ്ട വന്നു. ഇരുന്ന ഇരിപ്പിൽ തന്നെ ഇരിക്കുക. അതുമാത്രമല്ല, അവരുടെ ശവസംസ്കാരം 4 ദിവസം ആൾക്കാർ കാണാനായിട്ട് വേണ്ടി വന്നെന്നാണ് പറയണേ. ലോകം അംഗീകരിച്ച ഒരു പാവപ്പെട്ട സ്ത്രീ. എന്നിട്ട് അവരുടെ കണ്ണുകൾക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് പറയണേ. ഈ 43 വർഷം ഈ ബെഡിൽ ഇരുന്ന് എഴുതിയ ആ ശരീരം വടി പോലെ ആയില്ല എന്ന്. ആർക്ക് വേണമെങ്കിൽ ഇവിടെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം, കണ്ണ് തുറക്കുമ്പോൾ ജീവൻ തുടിക്കുന്ന കണ്ണായിരുന്നു. അങ്ങനെ ലൂയിസ പിക്കറേത്തയുടെ ഇത് പുറത്താവാനായിട്ട് കുറേ കടമ്പകൾ കടന്നിട്ടുണ്ട്. ഇത് മുഴുവനൊന്നും ഞാൻ വായിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ഈ പുസ്തകം നോക്കിയാൽ മതി. അതിൽ പറയുന്നുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പരിഹാരം ചെയ്യുന്ന 24 മണിക്കൂർ നമ്മുടെ കർത്താവിൻ്റെ പീഡകൾ, കർത്താവിൻ്റെ ദിവസം എങ്ങനെയായിരുന്നു
അത് മനസ്സിൽ ധ്യാനിച്ച് കൊണ്ടുപോകുന്ന ആത്മാക്കൾ ലോകം മുഴുവൻ ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് മരിച്ച ഈശോയുടെ സഹനത്തോട് ചേർത്ത് നമ്മളും മാപ്പ് പറഞ്ഞ് പിതാവിൻ്റെ അടുത്ത് എളിമപ്പെട്ട് വരട്ടെ. ഇത് അനേകം ആത്മാക്കളെ രക്ഷപ്പെടുത്തും, ശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടും എന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത് 24 മണിക്കൂർ പീഡ അനുഭവിക്കുന്ന ഈശോയോടൊത്ത് ഈ പുസ്തകം ഒരെണ്ണം വാങ്ങിയാൽ, ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ പുസ്തകം വാങ്ങി വെച്ചോ, എന്നിട്ട് വായിച്ച് നോക്ക്. അപ്പോൾ എല്ലാം അതിൽ പീഡാനുഭവ ധ്യാനം, അത് നമുക്ക് മരണം വരെ പ്രയോജനമുള്ള പുസ്തകമാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഈ പുസ്തകം ധ്യാനിച്ചിട്ടാണ്. 3 മണിക്കാണ് എഴുന്നേറ്റെങ്കിൽ ഞാൻ അപ്പോൾ ഓർക്കും ഈശോ എന്താണ് ചെയ്യുന്നത്. അങ്ങനെ ഉച്ചതിരിഞ്ഞ് 3 മണി വരെ കരുണയുടെ കൊന്തകൾ ചെല്ലും ഈശോയുടെ പാടുപിടോട് ചേർത്ത്. കുരിശിൽ നിന്ന് ഈശോ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന തുടങ്ങും. അങ്ങനെ ഒന്ന് ക്രമീകരിക്കാം. ഇനി വേറൊരു ക്രമീകരണം ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം, അടുത്ത പുസ്തകം. അപ്പോൾ ഇന്ന് നമ്മൾ പരിഹാര പ്രാർത്ഥനയിലൂടെ ഉണ്ടായ അത്ഭുതവും വിടുതലും നമ്പറുകളൊക്കെ തന്നിട്ടുണ്ട്, മിസ്യൂസ് ചെയ്യരുതെന്നും ആണ് പറഞ്ഞു വെക്കുക. അതുപോലെ ഈ ലൂയിസ പിക്കറത്തയുടെ 24 മണിക്കൂറുള്ള ധ്യാനത്തിൽ കൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പരിഹാര പ്രാർത്ഥന ഇങ്ങനെ ഞാൻ അച്ചടിച്ചിട്ട് വെച്ചിട്ടുണ്ട്, വീട്ടിൽ വരുന്നവർക്കൊക്കെ കൊടുക്കാം. ഇത് എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഇത് ഇത് വാട്സപ്പിലാണ്ട് പലരും ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിതിങ്ങനെ തന്നെ ഫോട്ടോ എടുത്ത് അതിനായിട്ട് എൻ്റെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുക. അതെനിക്ക് സമയം കളയലായിട്ട് തോന്നിയിട്ടില്ല, അത് വലിയ ഫലം ചെയ്യും. ഇതുമൂലം എളിമപ്പെട്ട അനേകം ആത്മാക്കൾ, ഞാൻ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രക്ഷപ്പെടുന്നവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലാക്കി തരാം എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഈശോയ്ക്ക് വേണ്ടി ജനം ദൈവത്തെ അറിയാൻ, ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളും വൃഥാവിലാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ നിർത്താണ് സഹോദരങ്ങളെ, എൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരാം, അതിനുള്ള റെഫറൻസൊക്കെ എടുക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാപ്പ് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട് ലോകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.